നിലമ്പൂരിൽ പി.വി. അൻവറിന്റെ പത്രിക തള്ളി. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നൽകിയ പത്രികയാണ് തള്ളിയത്. ടി.എം.സി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാത്തതിനാലാണ് പത്രിക തള്ളിയത്. പത്രിക തള്ളിയതോടെ പി.വി. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. ഷബീർ ഒമർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്തരമൊരു സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു. അതായത് അൻവർ ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കും. തീർച്ചയായും പി.വി. അൻവർ 2 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചിരുന്നത്. അതിലൊന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായും മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിരുന്നു നാമനിർദ്ദേശ പത്രിക. അത് ഈ പറഞ്ഞതുപോലെ സാങ്കേതികത്വ പ്രശ്നങ്ങൾ അൻവർ പ്രതീക്ഷിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് എന്ന് അൻവർ സൂചിപ്പിച്ചിരുന്നു. ഈ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ സ്ഥാനാർത്ഥിയായി പി.വി. അൻവർ നൽകിയ പത്രിക തള്ളിയിരിക്കുകയാണ്. അങ്ങനെ ആ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നത്തിലായിരുന്നു പി.വി. അൻവർ മത്സരിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി.വി. അൻവർ നൽകിയ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ചിഹ്നം എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അനുവദിക്കേണ്ടത്. എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ചിഹ്നം തള്ളിയതായി പി.വി. അൻവർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ മെയ് 31 തീയതി തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. ഈ പി.വി. അൻവർ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് ഈ കത്ത് നൽകിയിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട സമയം അതിക്രമിച്ചതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സാങ്കേതികമായി ഈ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ 10-ൽ കൂടുതൽ ആളുകളുടെ പിന്തുണ ഈ നാമനിർദ്ദേശ പത്രികയിൽ ഉറപ്പാക്കണമെന്നതുമായി ബന്ധപ്പെട്ട ചട്ടം നിലനിൽക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൂടി നാമനിർദ്ദേശ പത്രികയിൽ ഉണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് ഈ പത്രിക തള്ളിയിരിക്കുന്നത്, ഭരണാധികാരി തള്ളിയത്. എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ടാകും. ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശേഷം വോട്ടഭ്യർത്ഥനയുമായി മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് പി.വി. അൻവർ പറയുന്നത്. എന്തായാലും തൃണമൂൽ സ്ഥാനാർത്ഥിയായിക്കൊണ്ടുള്ള പി.വി. അൻവറിന്റെ നാമനിർദ്ദേശ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയ്ക്കിടെ തള്ളിയത്. സാങ്കേതിക കാരണങ്ങളാണ്. സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള കാരണത്താലാണ് പത്രിക നൽകിയത്. അതോടുകൂടെ പി.വി. അൻവർ നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കും. ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകിയത്.